ശബരിമല സ്ത്രീപ്രവേശന വിധിയിലെ റഫറൻസിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി. വിശ്വാസികളല്ലാത്തവർ നൽകിയ പൊതുതാൽപര്യ ഹർജി 2006 തന്നെ തള്ളേണ്ടതായിരുന്നുവെന്നാണ് സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ. ശബരിമല ഹർജിയിലൂടെ നീതിന്യായ വ്യവസ്ഥയെ അദൃശ്യരായ ഇരകളാക്കി എന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ വിമർശനം. ചില ആചാരങ്ങൾ അന്ധവിശ്വാസമെന്ന് തീരുമാനിക്കാൻ കോടതിക്ക് കഴിയുമെന്നും ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചു. റഫറൻസിലെ 2ാം ദിവസത്തെ വാദത്തിനിടെയാണ് 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണം. 2006 ഹർജി നൽകിയവർ വിശ്വാസികളല്ല. ശബരിമലയിലെ ആചാരം വിശ്വാസികൾ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല. വിശ്വാസികൾ അല്ലാത്തവരുടെ ഹർജി എങ്ങനെ പരിഗണിക്കാനാവുമെന്ന് കോടതി ചോദിച്ചു. ക്ഷേത്രവുമായി ബന്ധമില്ലാത്തവരാണ് ഹർജി നൽകിയത്. പൊതുതാൽപര്യ ഹർജി അന്നേ തള്ളേണ്ടതായിരുന്നുവെന്നും ജസ്റ്റിസ് BV നാഗരത്ന നിരീക്ഷിച്ചു. നീതിന്യായ വ്യവസ്ഥയെ പൊതുതാൽപര്യ ഹർജിയിലൂടെ സംഘടനകൾ ഉപയോഗിക്കുന്നതിൽ ചീഫ് ജസ്റ്റിസും വിമർശനമുയർത്തി. അത്തരം കാര്യങ്ങളിൽ നിയമനിർമ്മാണ സഭയാണ് അവസാന വാക്ക് എന്ന് പറയാനാവില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. കോടതികൾ ഒന്നും പറയരുത് എന്ന് നിലപാടെടുക്കാനാവില്ല. മന്ത്രവാദത്തെ മതാചാരമായി കാണാനാകുമോ എന്നും മന്ത്രവാദം ഉൾപ്പെടെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിയമമില്ലെങ്കിൽ കോടതിക്ക് ഇടപെടാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഇത്തരം അനാചാരങ്ങളെ തടയാൻ കോടതിക്ക് അധികാരമില്ലേ എന്നും കേന്ദ്രത്തോട് സുപ്രീം കോടതി ചോദിച്ചു. ഹർജിയിൽ സുപ്രീം കോടതി നാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാദം കേൾക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.